റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ 1 കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 സ്പൂൺ പെപ്പർ പൗഡർ, 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിന് 1/2 കപ്പ് അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അരി വേവിക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ചോറിനാവശ്യമായ ഉപ്പ് ചേർക്കുക. ഇത് ചേർത്തതിന് ശേഷം അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ അരി ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞു പോകാതെയും വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അതിനുശേഷം ഇതൊരു പരന്ന പാത്രത്തിൽ തണുക്കാനായി നിരത്തി വയ്ക്കാം. അടുത്തതായി മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ പീസസ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. 2 മുട്ട എടുക്കുക. അതിലേക്ക് അല്പം ഉപ്പും പെപ്പറും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഫ്രൈഡ് റൈസിന് ആവശ്യമായ വെജിറ്റബിൾസ്: 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 4 പച്ചമുളക്, അല്പം സ്പ്രിംഗ് ഓണിയൻ, 1 ക്യാപ്സിക്കം, 1 ചെറിയ ക്യാരറ്റ്, 10 ബീൻസ്, 1 സവോള ഇതെല്ലാം പൊടിയായി അരിഞ്ഞെടുത്തതാണ്. ഇതെല്ലാം ചേർത്ത് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് പച്ചമുളകും സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി വഴറ്റിയെടുക്കുക. പൊടിയായി അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ബീൻസ്, ക്യാരറ്റ് എന്നിവ ഇട്ട് കൊടുക്കുക. വഴറ്റിയെടുക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനും മുട്ടയ്ക്കും ചോറിനും ഒക്കെ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ ഇതിനകത്ത് ചേർക്കാവൂ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കനും മുട്ടയും ചേർത്ത് മിക്സ് ചെയ്യുക. 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി ഗാർലിക് സോസ് ചേർക്കുക. വേവിച്ച് വച്ചിരിക്കുന്ന റൈസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് അല്പം കുറവാണ്. അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.